എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡിപെൻഡൻസ്കാരുടെ ഹിന്ദി എക്സാം പേപ്പറാണ്. 2024 കേട്ടോ. ഞാൻ അപ്പോൾ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു ഒരു വീഡിയോ ആയിട്ട് ഇടുക ചേച്ചിന്ന്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ സപ്പോർട്ട് എനിക്കുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ താങ്ക് യു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തായാലും ഞാൻ വീഡിയോ ഇടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരുടെ കമൻറ്റിലും. അപ്പോൾ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഓക്കെ, അപ്പം നമുക്ക് നാളെയാണ് നമ്മുടെ UP അറ്റാച്ച്ഡ് കൂട്ടുകാർക്ക് നാളെയാണ് എക്സാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നല്ലതുപോലെ വായിക്കണം. ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകുതിയോളം ഫുള്ള് മനസ്സിലാവും. പിന്നെ അതുകൂടാതെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ആരൊക്കെയാണ് ഈ കവിത എഴുതിയത്, കഥ എഴുതിയത്, രചയിതാവ് ആരാണ്, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം ഈ ഒരു ഖണ്ഡിക വായിക്കണം. ഈ ഖണ്ഡിക വായിച്ചിട്ട് ഈ 5 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഈ ചോദ്യം നല്ലതുപോലെ വായിച്ചിട്ട് നിങ്ങൾ സ്വയമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അപ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. നാളെ UP അറ്റാച്ച്ഡുകാർക്ക് എന്തായാലും ഇങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടാവും. പിന്നെന്താ നമുക്ക് തന്നിട്ടുള്ളത്, രണ്ടാമത്തെ പ്രവർത്തനം സൂചന. മേരെ ജീവൻ കവിതാക്കോ യും പങ്ക്തിയും പഠേം ഓർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേം. ഈ ഒരു 4 വരി എന്ത് ചെയ്യണം, വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അപ്പോൾ ക്വസ്റ്റ്യൻ കവിയത്രി നേ ക്യാ സിഖാ ഹേ. അപ്പോൾ അതിൻ്റെയൊക്കെ ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ സുഖ എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ കവിതാശയൊക്കെ ആശയിലേക്ക് ഈ ഒരു 4 വരിയുടെ ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നമുക്കറിയാലേ മേരെ ജീവൻ എന്ന് പറയുന്ന കവിത ആരാണ് എഴുതിയത്, സുഭദ്രകുമാരി ചൗഹാൻ എഴുതിയ കവിതയാണത് അല്ലേ. അപ്പോൾ ആ കവിത നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അതെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സുഭദ്രകുമാരി എഴുതിയ കവിത എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നോക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും UP അറ്റാച്ച്ഡുകാർക്ക് നാളെ ആശയം എഴുതാനുണ്ടാവും. അപ്പോൾ മൂന്നാമത്തെ പ്രവർത്തനം സൂചന. ആസ്മാൻ കെ ലിയെ പഠിക്ക യഹ ആംശ പഠേം ഓ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. അപ്പോൾ നമുക്ക് എന്താ, ഒരു പാരഗ്രാഫാണ് ഈ എപ്പോഴും തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 5-6 വട്ടം അങ്ങോട്ട് വായിക്കുക പാരഗ്രാഫ്. അപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ അങ്ങനെ ഒന്ന് ഇങ്ങനത്തെ ഒരു സെൻറ്റൻസ് ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ റീകോൾ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. കൽപ്പന ചൗളക്ക് സ്വപ്ന ക്യാ ഥാ. അപ്പോൾ കൽപ്പന ചൗളയുടെ സ്വപ്നം എന്തായിരുന്നു, അന്തരീക്ഷ യാത്ര ബനാനെ. അപ്പോൾ അന്തരീക്ഷയിലോട്ട് പോകാനായിരുന്നു ആരുടെ സ്വപ്നം, കൽപ്പന ചൗളയുടെ സ്വപ്നം. അപ്പോൾ എന്താ, കൽപ്പന ചൗളക്കോ അന്തരീക്ഷ യാത്രയ്ക്ക് രൂപമേം കബ് ചുൻ ലിയേ. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് എന്ത് ഇവിടെ ഉണ്ട്, ഇവിടെ നമ്മുടെ ഈ ഒരു പാരാഗ്രാഫിലുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വെള്ളപ്പൊട്ടുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കണ്ടില്ലേ. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കാം. ഓക്കെ, അതാണ് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ ആൻസർ ഡയറി എഴുതാനാണ്, അല്ലെ കൽപ്പന ചൗളയുടെ ഒരു ഡയറി എഴുതാനാണ്. അപ്പോൾ ഡയറി എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്താണ്, എപ്പോഴും എന്ത് ശ്രദ്ധിക്കണം, ഞാനിവിടെ ഒരു ചെറിയ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം അതിൻ്റെ ആൻസർ ആയിട്ട് വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം, പക്ഷെ ചെറുതായിട്ട് ആ ഫോർമാറ്റൊക്കെ ഒന്ന് മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ഡയറി എഴുതുമ്പോൾ എപ്പോഴും ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് ഉപയോഗിക്കണം. കൽപ്പന ചൗളയായിട്ട് ഡയറി എഴുതാൻ ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഡയറി എഴുതുമ്പോൾ ഫസ്റ്റ് എന്താ നോക്കേണ്ടത്, ഓക്കെ, നമ്മൾ കൽപ്പന ചൗളയായിട്ട് എഴുതണം. പിന്നെ അതുകൂടാതെ നമ്മൾ ഡേറ്റും ആഴ്ചയും കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡേറ്റ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് ക്വസ്റ്റ്യൻ അനുസരിച്ച് കൊടുക്കാവുന്നതാണ്. പക്ഷെ നമ്മുടെ ചോദ്യത്തിൽ ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ 19 കൊടുക്കാൻ പാടില്ല അല്ലേ. ഡയറി എന്ന് പറയുമ്പോൾ എന്താ, ഒരു ദിവസം മുന്നോ അതോ ആ ദിവസം കഴിഞ്ഞിട്ടോ ആണ് അല്ലേ. പക്ഷേ കൽപ്പന ചൗള ഒരു ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 18 നവംബർ 1997 എന്ന് കൊടുക്കുക. അപ്പോൾ അതിൽ ഈ ഒരു ചെറിയ ഫോർമാറ്റ് നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് വായിച്ച് നോക്കാം. ഡാഷ് ഡോട്ട് കണ്ടോ, അതിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അതിൻ്റേതായിട്ടുള്ള ഇത് കൊടുക്കേണ്ടത്, എന്താ സബ്ജക്റ്റ് കൊടുക്കേണ്ടത്. ആ ചോദ്യത്തിൽ നമുക്ക് സബ്ജക്റ്റ് തന്നിട്ടുണ്ട്, ആ ഒരു ഖണ്ഡികയിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ആ സബ്ജക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ പത്രം എഴുതാൻ വരും ചിലപ്പോൾ കേട്ടോ. നാളെ UP അറ്റാച്ച്ഡുകാർക്ക് പത്രം എഴുതാൻ വരും, ഡയറിയും. ഓക്കെ, അത് രണ്ടും നിങ്ങൾ നല്ലതുപോലെ നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇനി മൂന്നാമത്തെ പ്രവർത്തനം നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് നാലാമത്തെ പ്രവർത്തനം നോക്കാം. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവാണേ. ഓക്കെ, നാലാമത്തെ പ്രവർത്തനം നോക്കാം കേട്ടോ. सूचना कोशिश करने वालों की कविता की पंक्तियों पाठें प्रश्नों के उत्तर लिखे.
അപ്പോൾ നമുക്ക് കോശിഷ് കർണേ വാലേങ്കി എന്ന് പറയുന്ന ആ പാഠത്തിൽ നിന്ന് ഒരു 2 വരി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 2 വരി നിങ്ങൾ നല്ലതുപോലെ വായിച്ച് അർത്ഥം മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, നൗക എന്നാണ് കേട്ടോ അതിൻ്റെ ആൻസർ. ഇനി ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് തയ്യാറാക്കാനാണ്. പോസ്റ്റ് തയ്യാറാക്കുമ്പോൾ എന്ത് ചെയ്യണം? കോശിഷ് കർണേ ഒരു ബോക്സ് വരയ്ക്കാം കേട്ടോ. എന്നിട്ട് കോശിഷ് കർണേ വാലോങ്കി കവിത കാ ദൃശ്യവാസ് ഹോനെ വാലി. ഓക്കെ, അങ്ങനെ കൊടുക്കുക. അതെന്ത് ചെയ്യണം? ഹെഡിങ് ആയിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എന്താ കോശിഷ് കർണേ വാലോങ്കി എന്ന് ഹെഡിങ് കൊടുത്താലും മതി കേട്ടോ. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞിട്ട് വേറൊരു ബോക്സ് എടുക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, എക്സാമ്പിൾ വേർ ഇസ് എക്സാമ്പിൾ? ഓക്കെ കേട്ടോ, എക്സാമ്പിൾ ഇതാ. അയ്യോ പോയി, സാരമില്ല കേട്ടോ, നമ്മൾ എന്തായാലും ഇവിടെ ശ്രദ്ധിക്കുക. എന്തായാലും അത് പോയി. അതാ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഹെഡിങ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വേറൊരു ബോക്സ് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? താരിഖ് എന്ന് കൊടുക്കണം. താരിഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് കൊടുക്കണം. അപ്പോൾ ഡേറ്റ് നമുക്ക് പരമാവധി ആ ഒരു ബോക്സിൽ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് എഴുതാൻ സാധിക്കും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് എന്താ? സമയം എഴുതണം. സമയം ഞാനിപ്പോൾ 10 മണിയാണ്. ചിലപ്പോൾ എന്തുണ്ടാവും? ആ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ്റെ ടൈം എടുത്ത് എഴുതണം കേട്ടോ, ശ്രദ്ധിക്കണം അത്. ഓക്കെ, പിന്നെന്താ? സ്ഥാൻ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ തന്നിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്. ഇൻഡിപെൻഡൻസ്കാരുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ UP അറ്റാച്ച്ഡുകാർ നാളെ നിങ്ങൾ ശ്രദ്ധിക്കണം നല്ലതുപോലെ. അപ്പോൾ ഇൻഡിപെൻഡൻറ്റുകാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ആൻസർ അതിൽ സ്ഥാനം എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. പിന്നെന്താ? ഉദ്ഘാടനം ഉണ്ടാവും. പോസ്റ്റ് ചെയ്തുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉദ്ഘാടനം ചെയ്യണ്ടേ? വന്നിട്ട് ആരെങ്കിലും കേക്ക് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ റിബൺ കട്ട് ചെയ്യണ്ടേ? കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉദ്ഘാടനം എഴുതണം. അപ്പോൾ ഉദ്ഘാടനമായിട്ട് നമ്മളിവിടെ എന്താ എഴുതിയിട്ടുള്ളത്? പ്രഥമാധ്യാപകൻ എന്നാണ് എഴുതിയിട്ടുള്ളത് ഞാനിപ്പോൾ. അല്ലെങ്കിൽ എന്താ? വേറെ ആരെങ്കിലും എഴുതാം നിങ്ങൾക്ക്. ഓക്കെ, പിന്നെ മെഹ്മാൻ എന്ന് പറയുന്നത് ഗസ്റ്റ് ആരായിട്ടാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്? നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാനെയാണ് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി 5ാമത്തെ ചോദ്യം, 5ാമത്തെ ആക്ടിവിറ്റിയാണ് സൂചന. ഗണ്ട് പഠയും ഓർ പ്രശ്നമൊക്കെ ഉത്തരലിക്കുകയും. ഈ ഒരു ഗണ്ടിക നിങ്ങളൊന്ന് നല്ലതുപോലെ വായിച്ചിട്ട് പ്രശ്നങ്ങൾക്ക് ഉത്തരം എഴുതണം, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അപ്പം എന്താ? രാംനരേഷ് ത്രിപാഠി കൈസ് പ്രഭവിത് ഹേ. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ? ഞാനിപ്പോൾ വെള്ളപ്പൊട്ടുണ്ട് ഇങ്ങനെ വരയ്ക്കുന്നതാണ് അതിൻ്റെ ആൻസർ. സെറ്റല്ലേ? അപ്പം ക്വസ്റ്റ്യൻ്റെ ആൻസർ രാംനരേഷ് ത്രിപാഠിക്ക് പ്രൊഫൈൽ തയ്യാർ കരും. രാംനരേഷ് ത്രിപാഠിയുടെ ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പ്രൊഫൈൽ എപ്പോഴും തയ്യാറാക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബോക്സ് വരയ്ക്കണം. പിന്നെ അതിൻ്റെ ഫോർമാറ്റ് നമുക്ക് ഓൾറെഡി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പം എന്താ? നമ്മൾ ഈ ഒരു ബോക്സ് മാത്രം വായിച്ചാൽ മതി. അപ്പോൾ ഓരോ വരിയിലും എന്തുണ്ട്? പ്രൊഫൈലിൻ്റെ ആൻസർ ഉണ്ട്. അപ്പം നാം ആരുടെ പ്രൊഫൈൽ എഴുതാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? രാംനരേഷ് ത്രിപാഠിയുടെ പ്രൊഫൈൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രാംനരേഷ് ത്രിപാഠി എന്നിട്ട് നാം എന്ന് കൊടുക്കണം. രാംനരേഷ് ത്രിപാഠി. പിന്നെന്താ? ജന്മം നമുക്ക് ഇവിടെ തന്നെ തന്നിട്ടുണ്ടല്ലോ. 1881 में ഉത്തർപ്രദേശ് കോ സുൽത്താൻപൂർ ഗാവ് മേ ഹുവാ അല്ലേ? അങ്ങനെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് നമുക്ക് എഴുതാം അല്ലെ? പിത ആരാ? നമുക്ക് അടുത്ത വരിയിൽ തന്നിട്ടുണ്ട്. ഉൻകെ പിതാ കാ നാം പണ്ഡിറ്റ് രാംദാൻ ത്രിപാഠി എന്ന് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് അല്ലേ? രചയി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ രാംനരേഷ് ത്രിപാഠിയുടെ രചയനം അല്ലേ, സോറി, രചിച്ച കഥകളാണ് രചയിന എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കോമഡിട്ട് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ മൃത്യു. അപ്പോൾ നമ്മുടെ രാംനരേഷ് ത്രിപാഠി എന്താ? ഇപ്പോൾ ഇല്ല അല്ലേ, നമ്മുടെ ലോകത്ത് വിട പറഞ്ഞു. അതിനെയാണ് മൃത്യു എന്ന് പറയുന്നത് അല്ലേ? മൃത്യു എപ്പോഴാണ്? 1862. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി 6ാമത്തെ ലാസ്റ്റ് പ്രവർത്തനം നോക്കാം നമുക്ക്. ലാസ്റ്റ് പ്രവർത്തനമാണ്. ഇവിടെ പോയി? ലാസ്റ്റ് പ്രവർത്തനമായി കാരണം പോയല്ലോ. യെസ്, ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. 6ാമത്തെ പ്രവർത്തനം സൂചന. കവിതാശയം പഠയും ഓർ പ്രശ്നമൊക്കെ ഉത്തരലിക്കുക. നമുക്ക് എപ്പോഴും ഒരു കവിതയോ അല്ലെങ്കിൽ ഒരു ഗണ്ടിക തന്നിട്ടുണ്ട് നമ്മുടെ ഇൻഡിപെൻഡൻസ്കാർക്ക് കേട്ടോ. UP അറ്റാച്ച്ഡുകാർക്കും അതുപോലെയൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, ഞാൻ അങ്ങനെ ആവാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് ഈസി ആവാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു കവിത നല്ലതുപോലെ വായിക്കണം. പിന്നെന്താ? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റിൽ രേഖപ്പെടുത്തണം കേട്ടോ. ഓക്കെ, കമൻറ്റിൽ രേഖപ്പെടുത്തണം. ഇനി ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാണ് കേട്ടോ. മച്ചലി ഓർ ചിടിയ എന്നാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. പിന്നെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒരു ശീർഷകം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്.
ശീർഷകം എഴുതുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ശീർഷകം ഒന്നും എഴുതാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം? കവിതയുമായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു കവിത ഉണ്ടല്ലോ, ഈ കവിതയുമായിട്ട് എന്താവണം? സാമ്യം വേണം അല്ലേ? ഒരു ബന്ധം വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ കൊടുത്തിട്ടുള്ളത് എന്താ? മച്ചിലിയൂർ ചിടിയാന്ന് തന്നെയാണ്. ആ കവിതയായിട്ട് എന്തുണ്ട്? ബന്ധമുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ എന്താ ഇവിടെ കൊടുത്തിട്ടുള്ളത്? മച്ചിലിയൂർ ചിടിയാന്ന് തന്നെയാണ് കേട്ടോ. ഇനി എന്താ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? അതും കമൻറ്റിൽ രേഖപ്പെടുത്തുക കേട്ടോ. നിങ്ങൾ സ്വയം നിങ്ങളുടെ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യണം? ചെയ്തിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വെക്കേഷൻ ഞാൻ കുറേ ആക്ടിവിറ്റീസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? ആ വീഡിയോസൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് ഫുള്ള് ഇരുന്നിട്ട് കാണാം. അപ്പോൾ നിങ്ങളുടെ എക്സാം എന്തായാലും ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, പാഠം വായിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ കവിത എഴുതിയത് ആരാണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ എക്സാമിന് ഈസി ആയിട്ടുള്ള പേപ്പർ ആയിരിക്കും വരിക. നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം. ഓക്കെ, അപ്പോൾ ടാറ്റാ, ബൈ. എല്ലാവർക്കും ഈസി ആയിരിക്കും. ടാറ്റാ. അതിന് മുന്നേ ഞാനൊരു കാര്യം മറന്നു. ഒരു കുട്ടി കമൻറ്റ് ചെയ്തതാണ്. നോക്കൂ, ഇതൊരു വീഡിയോ ആക്കിയിടുമോ എന്ന് ചോദിച്ചിട്ട് എന്നോട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് എല്ലാവർക്കും വേണ്ടിയാണ്, UP അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ ആ കുട്ടിക്ക് പിന്നാലെ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്, ഒരു ബിഗ് താങ്ക്സ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.